രാജ്യത്ത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നത് നാണക്കേടായി തോന്നുന്ന സമൂഹം വിദൂരമല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദേശ ഭാഷകളിലൂടെ സമ്പൂർണ്ണ ഇന്ത്യ എന്ന ആശയം സാധ്യമാകില്ല. നമ്മുടെ രാജ്യത്തെയും സംസ്കാരത്തെയും മതത്തെയും മനസ്സിലാക്കി തരാൻ ഒരു വിദേശ ഭാഷയ്ക്കും കഴിയില്ലെന്നും അമിത്ഷാ. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര നീക്കം ശക്തമാകുന്നതിനിടെയാണ് അമിത്ഷായുടെ വാക്കുകൾ. इस देश में अंग्रेजी बोलने वालों को शर्म आएगी, ऐसा समाज का निर्माण अब दूर नहीं है। हमारे देश की भाषाओं के बगैर हम भारतीय ही नहीं रहते हैं। हमारा देश, इसका इतिहास, इसकी संस्कृति, हमारा धर्म, इसको समझना है तो कोई विदेशी भाषा में नहीं समझा सकता। ദില്ലിയിൽ മുൻ IAS ഉദ്യോഗസ്ഥൻ അശുതോഷ് അഗ്നിഹോത്രി എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലായിരുന്നു അമിത്ഷാ ഇംഗ്ലീഷ് ഭാഷയെ പൂർണ്ണമായും തള്ളി പറഞ്ഞത്. രാജ്യത്ത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നത് നാണക്കേടായി തോന്നുന്ന സമൂഹം വിദൂരമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഭാഷകൾ രാജ്യത്തെ സംസ്കാരത്തിന്റെ രത്നങ്ങളാണ്. രാജ്യത്തെയും സംസ്കാരത്തെയും മതത്തെയും മനസ്സിലാക്കി തരാൻ ഒരിക്കലും ഒരു വിദേശ ഭാഷയ്ക്ക് കഴിയില്ല. പകുതി ഭാഗമായ ഒരു ഭാഷ ഉപയോഗിച്ച് സമ്പൂർണ്ണമായ ഇന്ത്യയെ മനസ്സിലാക്കാനാവില്ലെന്നും അമിത്ഷാ പറഞ്ഞു. വിദേശ ഭാഷകളുടെ സമ്പൂർണ്ണ ഇന്ത്യ എന്ന ആശയം സാധ്യമാകില്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. മോദി സർക്കാർ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം ശക്തമാക്കുന്നതിനിടെയാണ് ഇംഗ്ലീഷിനെ തള്ളിയുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന. നിലവിൽ കേന്ദ്രമന്ത്രിസഭയുടെ 70% അജണ്ടകളും ഹിന്ദിയിലാണ് തയ്യാറാക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഉയർന്നുവന്ന ത്രിഭാഷാ വിവാദവും വലിയ പ്രതിഷേധത്തിനാണ് ഇടയായത്. തമിഴ്നാട്, കേരളം ഉൾപ്പെടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇതിനിടെയാണ് അമിത്ഷാ ഇംഗ്ലീഷ് വേണ്ട, ഹിന്ദി മതി എന്ന നിലപാട് ആവർത്തിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.